കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കോൺഗ്രസ് നടത്തിയ കലാപ നീക്കത്തിൽ പ്രതിഷേധിച്ച് BJP മാർച്ച് നടത്തുന്നു. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് തിരുവനന്തപുരം KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് നടത്തുന്ന പ്രകടനം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, നമ്മൾക്കറിയാം രാജ്യ തലസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന സമരാഭാസം നമ്മൾ കണ്ടതാണ്. വലിയ അക്രമത്തിലേക്കൊക്കെ അത് കലാശിച്ചു. എന്തായാലും ഇത്തരത്തിൽ നടക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം അക്രമ സമരത്തിനെതിരെയാണ് BJP സംസ്ഥാന കമ്മിറ്റി തന്നെ നേരിട്ട് കോൺഗ്രസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കോൺഗ്രസിനോട് പ്രതിഷേധം അറിയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് BJP ഒരു വലിയ പ്രതിഷേധ മാർച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഈ അക്രമ സംഭവം, അതായത് ഈ സമരത്തിൻ്റെ പേരിൽ പ്രതിഷേധം നടത്തുവാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ മറവിൽ കലാപം നടത്തുവാനുള്ള നീക്കം, അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള സമര പരിപാടികൾ, അതിനെതിരെയാണ് ശക്തമായിട്ടുള്ള വിമർശനം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെയും ഓഫീസിന് നേരെയും അതുപോലെ തന്നെ ഡൽഹി നഗരത്തിൽ ഒന്നാകെയും തന്നെ കലാപ ആഹ്വാനം ചെയ്തുകൊണ്ട് തരത്തിലുള്ള സമര ആഭാസമാണ് പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായത്. അതിൽ പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നേതൃത്വം കൊടുത്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ തെറ്റായ സന്ദേശം നൽകുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള സമരത്തിനെതിരെയാണ് വിമർശനവും ഒപ്പം തന്നെ പ്രതിഷേധവും ഘടിപ്പിക്കുവാൻ സംസ്ഥാനത്തും BJP തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇന്ദിരാഭവനിൽ KPCC ആസ്ഥാനത്തേക്ക്, ശാസ്തമംഗലത്തുള്ള KPCC ആസ്ഥാനത്തേക്കാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോലും, പ്രധാനമന്ത്രിയുടെ വീടിന് നേർക്ക് പോലും ഇത്തരത്തിൽ അരാജകത്വത്തെ അഴിച്ചുവിട്ടുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുവാൻ BJP തയ്യാറെടുക്കുന്നത്. ഇന്ന് 1 മണിക്കാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. നിരവധി പ്രവർത്തകർ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനും ഒപ്പം തന്നെ നിലപാടുകൾ വ്യക്തമാക്കുവാനും ഒക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ ആ പ്രതിഷേധങ്ങളുടെ മറവിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിൽ അക്രമം വിട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ പോലും തകർക്കുന്ന തരത്തിലുള്ള നീക്കത്തിനെതിരെയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രതിഷേധം നടക്കുന്നത്. തീർച്ചയായും നിരവധി പ്രവർത്തകർ തന്നെ പങ്കെടുക്കുമെന്നുള്ളതാണ്. അഭിപ്രായം പറയുന്നതിലോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതിനോ വിലക്കുണ്ട് എന്നതല്ല, പക്ഷേ അത് അതിര് കടക്കുമ്പോൾ അത് തെറ്റായ സന്ദേശം നൽകുന്നു. ഭാരതത്തിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾക്ക് വലിയ തരത്തിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തെ നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു നീക്കത്തിനെതിരെയാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് BJP തയ്യാറെടുക്കുന്നത്. നിരവധി പ്രവർത്തകരായിരിക്കും പങ്കെടുക്കുക. വിനോദ്, വ്യക്തമാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇന്നലെ നടത്തിയ അക്രമ സമരത്തിനെതിരെ BJP ഇന്ന് തലസ്ഥാനത്തെ KPCC ആസ്ഥാനത്തേക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.